ഹായ്, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡിയോടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഭ്രമയുഗം, മൈ തോട്ട്സ്, ഭ്രമയുഗം, എൻ്റെ ചിന്തകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഭ്രമയുഗം എന്ന സിനിമ കാണുവാനായിട്ട് ഇടയായി. മലയാളികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഭ്രമയുഗം എന്നത്. അപ്പോൾ അത് കാണുവാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത ഒരു സിനിമ. കളർ സിനിമകൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കളർ സിനിമകൾ പോലും ഇങ്ങനെ എടുക്കുവാനായിട്ടൊരു പാടുപെടുന്നൊരു കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കുറച്ച് ക്യാരക്ടറുകൾ വെച്ചുകൊണ്ട് സംവിധായകൻ കാണിച്ച ആ ഒരു മികവെന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. സംവിധായകൻ രാഹുൽ സദാശിവൻ. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക അഭിനന്ദനാർഹം ആയ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. കാരണം കുറച്ച് ഒരു 3-4 ക്യാരക്ടറുകൾ കൊണ്ട്, ആകെ 4-5 ക്യാരക്ടറുകളെ സിനിമയിലുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് ഇത്രയും മണിക്കൂറുകൾ എങ്ങനെ പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമയെന്ന് പറയുന്നത്. വാണിജ്യപരമായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ലാതെ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ആ കഥ, ആ പഴയ കാലഘട്ടം ആണെന്ന് തന്നെ കൊണ്ട് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസുകൾ കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നു. രാഹുൽ സദാശിവൻ്റെ ആ ഒരു മികവെന്ന് പറയുന്നത് വളരെയധികം അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം സിനിമാറ്റോഗ്രാഫർ ഷെഹ്നാസ് ജലീൽ, അദ്ദേഹത്തിൻ്റെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം പഴയകാല സീക്വൽസ് അതേ രീതിയിൽ നമ്മളെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരികയാണ്. പ്രത്യേകിച്ച് ആ മഴ പെയ്യുന്ന സീൻസും പിന്നെ ആ വെള്ളച്ചാട്ടം, അതിരപ്പള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ആ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എടുത്തു വെച്ചു. പഴയകാലത്തിൻ്റെ ആ ഒരു രീതി ഒട്ടും ചോരാതെ അതേ രീതിയിൽ തന്നെ, പഴയ കാലഘട്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാതെ സിനിമാറ്റോഗ്രാഫർ തൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചെന്ന് പറയാം. മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോഫ് സേവിയറും വളരെ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചില സീൻസ് വരുമ്പോൾ, പേടിപ്പിക്കുന്ന രീതിയിലുള്ള BGM കൂടി ഇട്ട് കഴിയുമ്പോൾ, നമ്മുടെ നെഞ്ചിൽ ഒരു ഭീതി പടർത്തുന്ന ചില സീൻസൊക്കെ വരുമ്പോൾ അതേപോലുള്ള BGM കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. അതാണ് ഇവിടെ ഭ്രമയുഗത്തിൽ കാണുവാനായിട്ട് സാധിച്ചത്. വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകനെ സമ്മാനിക്കുന്നു. അതോടൊപ്പം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മമ്മൂട്ടി, അർജുൻ അശോകന്, സിദ്ധാർത്ഥ് ഭരതൻ ഇവരെല്ലാവരും തകർത്ത് അഭിനയിച്ചെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ മെഗാസ്റ്റാർ മമ്മൂട്ടി. മറ്റ് സംസ്ഥാനക്കാരെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നത് ഇന്ത്യാവിൻ മാബെരും നടികർ എന്നാണ്. അത് ഒരിക്കൽ കൂടി താൻ തന്നെയാണ് ഇന്ത്യാവിൻ മാബെരും നടികർ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ പടത്തിലൂടെ. അമ്മാതിരി അഭിനയം, അദ്ദേഹത്തിനൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നതാണ്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. 72 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ എക്സ്പ്രഷൻസ് കൊണ്ടും ആ ചിരി കൊണ്ടും നമ്മളെ അങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നു. നെഗറ്റീവ് ഷെയ്ഡിൻ്റെ അങ്ങേറ്റത്തെ ആ ഒരു പെർഫോമൻസ് നമ്മുടെ മലയാളി പ്രേക്ഷകനെ അദ്ദേഹം ഈ 72-ാം വയസ്സിലും അദ്ദേഹം നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പടത്തിന് വൈ പടം, സിനിമയ്ക്ക് വൈ സിനിമ, അദ്ദേഹം നമ്മളെങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി എന്ന് പറയാം ഭ്രമയുഗം. ഒരു അവാർഡൊക്കെ മണക്കുന്നുണ്ട്, ഉറപ്പായിട്ടും കിട്ടുമെന്ന് തോന്നുന്നു. അമ്മാതിരിയുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. 72-കാരൻ്റെ അഴിഞ്ഞാട്ടം. ഇന്ത്യാവിൻ മാബെരും നടികർ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കൽ കൂടി വിസ്മയിപ്പിക്കുകയാണ്. അതോടൊപ്പം അർജുൻ അശോകനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് പറയാം. ഇനി ഇഷ്ടം പോലെ അവസരങ്ങൾ അദ്ദേഹത്തെ കേടിയെത്തും. അദ്ദേഹത്തിൻ്റെ കരിയർ ടേണിംഗ് പെർഫോമൻസ്, കരിയർ ടേണിംഗ് മൂവിയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് അർജുൻ അശോകൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ലൊരു, മമ്മൂട്ടിക്കൊപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതും യുവതലമുറയിൽപ്പെട്ടവർക്ക്. അദ്ദേഹം രണ്ടുപേരും അവരവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു. കുറച്ച് ക്യാരക്ടറുകൾ കൊണ്ട് ഇങ്ങനെയൊരു സിനിമ ചെയ്യുവാൻ സംവിധായകൻ കാണിച്ച ധൈര്യം, ഈ കഥ തിരഞ്ഞെടുക്കുവാൻ മമ്മൂക്ക കാണിച്ച ധൈര്യം, അതുകൊണ്ടാണല്ലോ ഈ സിനിമ പിറന്നതും. ഇന്ന് മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനക്കാരുടെ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു, തമിഴ് ഓഡിയൻസൊക്കെ. അപ്പം അവർക്കും അവരൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ മലയാളികൾ അത് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു നമ്മുടെ മെഗാസ്റ്റാറിലൂടെ. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമ, പകിടുകളിയുടെ ആ ഒരു ഇതിൽ നടക്കുന്ന ഒരു സിനിമ. പണ്ടുകാലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ 17-ാം നൂറ്റാണ്ടിൽ തെക്കൻ മലബാറിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്.
അപ്പോൾ ആ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള എല്ലാം അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് സംവിധായകൻ ഈ കഥ പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരിടത്ത് പോലും ലാഗടിച്ചില്ല, ഒരിടത്ത് പോലും ബോറടിച്ചില്ല. അങ്ങനെ പിടിച്ചിരുത്തി തീരുന്നത് വരെ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ നോക്കിയിരിക്കാനേ വിസ്മയം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുത്താൻ സംവിധായകൻ ശ്രമിച്ചു. അത് വളരെയധികം വിജയകരമായി. അപ്പോൾ വളരെയധികം ഹാപ്പിയായിട്ടാണ് ചിത്രം കണ്ടിറങ്ങിയത്. ഇപ്പോഴും ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടുകയാണ്. പ്രമേയം ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇഷ്ടമായിരിക്കുന്നു, പെരുത്തിഷ്ടമായിരിക്കുന്നു. വളരെയധികം തൃപ്തിയോട് കണ്ട ഒരു സിനിമ. വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി തിയേറ്ററിൽ വിടുവാനായിട്ട് സാധിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.